ഹലോ ഫുഡീസ്, എല്ലാവർക്കും പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയും സൂപ്പർ ക്രിസ്പി ആൻഡ് ടേസ്റ്റിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതിനെ നമ്മൾ കടലമാവ് കൊണ്ട് ഉണ്ടാക്കാൻ പോണേ. പിന്നെ ഇതിനെ ഹിന്ദിയിൽ പറയുന്ന പേരാണ് സേവ്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും കേട്ടോക്കിയേ, കേട്ടില്ലേ? എന്ത് ക്രിസ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പ് കടലമാവാണ്. ഈ 2 കപ്പ് കടലമാവ് കൊണ്ട് നമുക്ക് 2 ഡബ്ബ നിറച്ച് സേവ് ഉണ്ടാക്കി വെക്കാം. നിങ്ങൾക്ക് കൂടുതൽ സേവ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ കടലമാവ് എടുത്താൽ മതി. ഇത് കുറേ നാളിങ്ങനെ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഈ സേവിൻ്റെ കളറും മാറും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും, ഡൈജഷനും നല്ലതാണ്. ഇതിൻ്റെ മുകളിലേക്ക് 2-3 ടീസ്പൂൺ ചൂടായ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ഓയിൽ കടലമാവിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അത് ബൈൻഡായിട്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ അത് പൊടിയുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓയിൽ എല്ലായിടത്തേക്കും ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ പരട്ടിയിട്ട് ഇതിനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ 5 മിനിറ്റ് ആവണ വരെ നമുക്ക് നമ്മളുടെ സേവ് നാഴി റെഡിയാക്കി വെക്കാം. സേവ് മേക്കർ എന്നും പറയും ഇതിന്. അപ്പോൾ ഈ സേവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ ഹോൾസുള്ള അച്ചിന്. ഇനി നമ്മൾ സേവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് ഇതിൻ്റെ അകത്തുനിന്ന് സ്മൂത്തായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി കുറച്ച് എണ്ണ നമുക്ക് പരട്ടി കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഈ സേവ് നാഴിലേക്ക് നിറച്ച് കൊടുക്കാം. ഈ മാവ് നമ്മളിനി ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള എണ്ണ നമുക്കൊരു പാനിലേക്ക് എടുക്കാം. ഇനി എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു തരി മാവ് എണ്ണയിലേക്ക് ഇട്ട് നോക്കാം. അത് അപ്പം തന്നെ പൊന്തി വരികയാണെങ്കിൽ നമ്മൾ എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്ക് ഈ സേവ് നാഴി വെച്ച് നമ്മളെ മാവ് ഡയറക്റ്റായിട്ട് എണ്ണയുടെ മുകളിൽ തന്നെ പിഴിഞ്ഞെടുക്കാം. പിഴിയാൻ സമയത്ത് ഒരു 3-4 ഇഞ്ച് മുകളിൽ പിടിച്ചിട്ട് വേണം പിഴിയാൻ, അല്ലെങ്കിൽ ചൂട് നമ്മളെ കയ്യിലേക്ക് തട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആവാൻ ആകെ 1 മിനിറ്റ് മതി. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി 1 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബാച്ച് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 കപ്പ് കടലമാവ് വെച്ച് ഞാനൊരു 5-6 ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സേവ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുമല്ല നമുക്കിത് സാൻഡ്വിച്ചിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി സാൻഡ്വിച്ച് ആയിട്ട് കിട്ടും. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് കേൾപ്പിച്ചു തരാം കേട്ടോ. കിട്ടില്ലേ? നല്ല ക്രിസ്പായിട്ടില്ലേ? പിന്നെ ഈ സേവ് കുറേ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയ സാൻഡ്വിച്ച്, ചാട്ട്, ആലു ടിക്കി ചാട്ട്, പാപ്പടി ചാട്ടിലൊക്കെ ചേർക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ റെസിപ്പീസും ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുവരേക്ക് നിങ്ങൾ ഈ സേവ് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.